നമസ്കാരം, കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ 2 വിശ്വാസ കേന്ദ്രങ്ങളാണ് ഇന്ന് കാണാത്ത കേരളത്തിൽ. പരപ്പനങ്ങാടി ചിറമംഗലത്ത് വിശ്വാസം വിറ്റ് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. വീടിൻ്റെ സമീപത്തു തന്നെ ഒരു ക്ഷേത്രം അണിയടിപ്പിച്ചാൽ ഉപജീവനത്തിന് മറ്റൊന്നും വേണ്ടെന്നതാണ് ഇവിടുത്തെ സ്ഥിതി. ജാതിമതഭേദമന്യേ നിരവധി ആളുകൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. കളത്തിൽപ്പറമ്പ് പാലാഴി ശ്രീ വീരഭദ്രകാളി ക്ഷേത്രത്തിലേക്കായിരുന്നു കാണാത്ത കേരളം ടീമിന്റെ ആദ്യ യാത്ര. നാരായണി എന്ന സ്ത്രീയാണ് ഈ ക്ഷേത്രത്തിൽ കൽപ്പനയും പരിഹാരമാർഗങ്ങളുമൊക്കെ നിർദ്ദേശിക്കുന്നത്. ക്ഷേത്രവും വീടും ഒരേ പറമ്പിൽ സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾ ആദ്യ ദിനം ചെന്നപ്പോൾ സമയം കഴിഞ്ഞിരുന്നു. ചൊവ്വയും വെള്ളിയുമാണ് ഇവിടെ പ്രവചനമുള്ളതെന്ന് നാരായണി പറഞ്ഞു. പുലർച്ചെ 5 മുതൽ ഫോണിൽ കൂടി ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്രവേശനം. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടുമെത്തി. നിരവധി ആളുകൾ നാരായണിയെ കാണാൻ കാത്തു നിൽക്കുന്നു. സഹായികളും സന്ദർശകർക്ക് കാത്തിരിപ്പിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഉച്ചയോടെയാണ് നാരായണിയുടെ ശരീരത്തിൽ കാളി എത്തുക. ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കാളി പ്രത്യക്ഷപ്പെടുന്നത്. ചുവന്ന വസ്ത്രങ്ങളും കഴുത്തിൽ പൂമാലയുമൊക്കെയാണ് ഈ സമയം നാരായണി അണിയുക. ഇടയ്ക്കിടെ വാതിൽ തുറന്നും പിന്നെ വലിച്ചടച്ചുമൊക്കെയുള്ള ഇവരുടെ പ്രകടനം കാണേണ്ടത് തന്നെ. മലയാളവും തമിഴുമൊക്കെ കൂട്ടിക്കലർത്തി ഒരു പ്രത്യേക ഭാഷയിലാണ് ഈ കാളി സംസാരിക്കുക. കളി വന്നകപ്പെട്ട ധരണയ്ക്ക് വന്നകപ്പെട്ട ഭൂമി നോക്കി വന്നകപ്പെട്ട മുടുവ് നോക്കി എന്റെ കുളത്തിയിലെന്ന കടിയെന്ത ഉരുവിടുന്ന ഉത്തരങ്ങള് അന്ത ധാരണ കൊണ്ട് വ്യക്തം നോക്കി സത്യമാണെങ്കിൽ സത്യമാണെന്ന് കടിയെന്ത ധാരണപ്പെടുത്തി കാളിക്കുറിച്ച ഉത്തരം അനുഭവത്തിൽ ഇല്ലെങ്കിൽ അന്ത കടി കുറിച്ചത് കപടമാണെന്ന് കാളിയെ തന്നെ ധാരണപ്പെടുത്തി കാളിക്ക് ബന്ധിച്ച് വെച്ച കളിക്കുടം വിടുക. വന്നകപ്പെട്ട വ്യക്തം തക്കടിയിൽ അന്ത ഉരുവിട്ട നാമം വന്നകപ്പെട്ടോരോ നാടുകൾ നോക്കി വ്യക്തം ബന്ധിച്ചോരോ മണദുഃഖങ്ങളും ഇന്നിരിക്കുന്ന ഇരിപ്പിടം നോക്കിയിട്ടുള്ള അന്തകപ്പെട്ട ധാരണകൾക്ക് വന്നകപ്പെട്ട നാടുകൾ നോക്കി ഓരോ മണദുഃഖം. കാളിയായി നിൽക്കുമ്പോൾ തന്നെ നാരായണി വിശ്വാസികൾക്ക് പ്രസാദം കൊടുക്കുകയും ദക്ഷിണ വാങ്ങുകയും ഒക്കെ ചെയ്യും. ഇടയ്ക്കിടെ കാളി രാമനോട് സംശയങ്ങൾ ചോദിക്കും. കേൾക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകില്ലെങ്കിലും സഹായി വിശദീകരിച്ചു കൊടുത്തുകൊള്ളും. ധാരണപ്പെടുന്നില്ല രാമ. വാതിൽ അടച്ച ശേഷമാണ് കാളി കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അവിടെ എന്താണെന്നറിയാൻ ഞങ്ങൾ പിൻഭാഗത്ത് പോയി നോക്കിയെങ്കിലും വിശേഷിച്ചൊന്നും കാണാനായില്ല. പക്ഷേ ഈ ഭാഗത്ത് അധികനേരം നിൽക്കാൻ സഹായികൾ അനുവദിക്കില്ല. അംബികയെ ഈശ്വരിയെ എമ്മൈ ആള വന്ന് കോയിൽ കൊണ്ട കുങ്കുമകാരി
വന്നകപ്പെട്ട ഭർത്താവില്ലെന്താ ബന്ധിച്ചുകൊണ്ടെന്താ വന്നകപ്പെട്ട ധാരണയ്ക്കുള്ള അന്തകപ്പെട്ട മൃഗു നോക്കിന്താ വന്നകപ്പെട്ട മലദുഃഖം കടി അകപ്പെടുത്താതെ അവൾക്ക് ധാരണപ്പെട്ട കടി എനിക്ക് നാഥനാക്കിക്കൊണ്ട് അവനെ കൊണ്ടുള്ള കൗതുകം കടി തന്ന് മനദുഃഖം വിടവാക്കണം. അല്ലേ ഒരുവിടുന്ന ഉത്തരം ധാരണപ്പെടുന്നില്ല രാമ. നാളികേരം ഉപയോഗിച്ചുള്ള മുട്ടറുക്കൽ എന്ന പരിപാടിയാണ് പരിഹാരമാർഗമായി മിക്കവരോടും നാരായണി നിർദ്ദേശിക്കുന്നത്. നിരോധിക്കപ്പെട്ട മൃഗബലി അടക്കമുള്ളവയും ഇവിടെയുണ്ടെന്നതിന് ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡ് തന്നെ തെളിവ്. பச்சமல காட்டுக்குள்ள சீறி வரும் சிங்கம் போல நடபோட்டு வாராரு சண்டியரே. ഊഴമെത്തിയപ്പോൾ ഞങ്ങളും നാരായണിയുടെ മുന്നിലെത്തി. അടുത്ത കാലത്ത് വാങ്ങിയ ഭൂമിയിലെ മരങ്ങൾ വെട്ടിയ ശേഷം പ്രശ്നങ്ങളാണെന്ന് ഞങ്ങൾ കളവ് പറഞ്ഞു. പേര് ഷഹീർ, കുറ്റിപ്പുറം തവനൂരോ വീട്. തവനൂരെന്നല്ല, പറമ്പിന്റെ പേര്, നാട്ടിന്റെ പേരല്ലേ പറമ്പിന്റെ പേര്, താമസിക്കുന്ന പത്താണിപ്പറമ്പ്. ആരെയും വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് നാരായണിയുടെ പ്രവചനം. അതിനെ ബന്ധിച്ചുകൊണ്ട് വ്യക്തമാകപ്പെട്ട മൃഗങ്ങളും ധാരണകളും വർണ്ണകപ്പെട്ടുകൊണ്ടുള്ള മലദുഃഖങ്ങളും മൃഗങ്ങളായിട്ടും ധാരണകളായിട്ടും മലദുഃഖങ്ങളെ കുറിച്ചു വന്നിരാമ. കളി വന്നകപ്പെട്ട ധരണയ്ക്ക് വന്നകപ്പെട്ട ഭൂമി നോക്കി വന്നകപ്പെട്ട മൃഗു നോക്കി എന്റെ കുളമ്പയിലെന്ന കടിയന്ത ഉരുവിടുന്ന ഉത്തരങ്ങൾ അന്ത ധാരണ കൊണ്ട് വ്യക്തം നോക്കി സത്യമാണെങ്കിൽ സത്യമാണെന്ന് കടിയന്ത ധാരണപ്പെടുത്തി കളിക്കുറിച്ച ഉത്തരം അനുഭവത്തിൽ ഇല്ലെങ്കിൽ അന്ത കളി കുറിച്ചത് കപടമാണെന്ന് കളിയെ തന്നെ ധാരണപ്പെടുത്തി കളിക്ക് ബന്ധിച്ച് വെച്ച കളിക്കുളം വിടുവാണ്. ഇതിൽ വന്നകപ്പെട്ട വ്യക്തം കടിയിൽ അന്ത ഉരുവിട്ട നാമം വന്നകപ്പെട്ടോരോ നാഴിക നോക്കി വ്യക്തം ബന്ധിച്ചോരോ മനദുഃഖങ്ങളും ഇന്നിരിക്കുന്ന ഇരിപ്പിടം നോക്കിയിട്ടുള്ള അന്തകപ്പെട്ട ധാരണകൾക്ക് വന്നകപ്പെട്ട നാഴിക നോക്കി ഓരോ മനദുഃഖങ്ങളും. ഇന്നിരിക്കുന്ന ഇരിപ്പിടം ബന്ധിച്ചുകൊണ്ട് വന്നകപ്പെട്ട ധാരണകൾക്ക് വന്നകപ്പെട്ട നാഴികകളായിട്ട് ഓരോ മനദുഃഖങ്ങൾ. ഇപ്പൊ ഇരിക്കുന്നതല്ല, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് കുഴപ്പമില്ല. വേറെ സ്ഥലം മേടിച്ചിട്ടേ അവിടുന്ന് ഒരു ചെറിയ പാല് ഇതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വലിയ പ്രശ്നങ്ങളാണ്. ദുഃഖങ്ങൾ വരേണ്ട നിങ്ങളെ വീട്ടിലേക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് അവിടെ കൊണ്ട് വന്നാലും വരുന്നത് നിങ്ങളെ വീട്ടിലേക്കുള്ള പ്രയാസങ്ങളല്ലേ, അതാ ചോദിക്കുന്നത്. കുളന്ത കാടിയില്ലാന്തകപ്പെട്ട് വന്നകപ്പെട്ടവൻ നീ ഉരുവിട്ട ഓരോ ധാരണകൾക്കും കാടിയിൽ നിനക്കുള്ള നാം മുടിവ് നോക്കി ഉത്തരം കുറിച്ചുകൊണ്ടിരിക്കുന്നവള്. നീ ഉരുവിട്ട നാമം നിനക്കകപ്പെട്ട മുടിവ് നോക്കിയിട്ടാണ് നിനക്ക് ഉത്തരം കടി കുറിച്ചുകൊണ്ടിരിക്കുന്നവൾ. അനുഭവം നോക്കിയിട്ട് അമ്മ ഉത്തരം അതിൽ നിന്നകപ്പെട്ട ധാരണകൾക്ക് വന്നകപ്പെട്ട ഓരോ മനദുഃഖങ്ങളും കുളന്തയില്ലാന്തകപ്പെട്ട ധാരണ കൊണ്ട് വന്നകപ്പെട്ട ഓരോ നാഴിക നോക്കി ഇന്നും മനദുഃഖങ്ങൾ അകപ്പെട്ടുകൊണ്ട് കടി ഉത്തരം ഉരുവിടുന്ന നാമം നിന്റെ അനുഭവത്തിൽ കഴിഞ്ഞ ഉത്തരമാണ്. അന്തവിക്തന്തകപ്പെട്ട നാഴിക നോക്കി വ്യക്തം വന്നകപ്പെട്ട ധാരണകളായിട്ട് ബന്ധിച്ചുകൊണ്ട് വ്യക്തം വന്നകപ്പെട്ട വാശി നോക്കി വ്യക്തം തകപ്പെട്ട നാം മുടിവ് നോക്കി വന്നകപ്പെട്ട ധാരണകളായിട്ടുള്ള വ്യക്തം ബന്ധിച്ചുകൊണ്ട് വന്നകപ്പെട്ട ധാരണകൾക്ക് രണ്ട് ഭാഗമായിട്ട് രണ്ട് ഭാഗം കടിയുടെ വാക്ക് ധാരണപ്പെടുന്നില്ല അല്ലെ, രണ്ട് ഭാഗമായിട്ട് ഒരു വാശി ഉണ്ട്. രണ്ട് ഭാഗമായിട്ട് ഒരു വാശി നടത്തണം. ഒരു വാശി നമ്മൾ മേടിച്ച സ്ഥലമാണ്. അതിന് മുമ്പ് ഒരു ഭൂമി സംബന്ധമായിട്ട് ഒരു വാശി ഉണ്ടായിരിക്കണം. വാശി ഒരു തർക്കം ഒരു അല്ല, അതായത് മറ്റേ ഇടനിലക്കാരന് കാശ് കൊടുക്കാണ്ടുള്ള ഒരു പ്രശ്നം, ബ്രോക്കർ കാശ്. ഭൂമി സംബന്ധമല്ലേ? അതിന്റെ ഓണറായിട്ടല്ല, അല്ല ഓണറായിട്ട് നമ്മ പറഞ്ഞിരിക്കണം. ഭൂമി സംബന്ധമായിട്ടുള്ള ധാരണകൾക്ക് എന്താ വന്നകപ്പെട്ട ധാരണകളായിട്ട് കൊഞ്ചം വാശി ഉണ്ടായിട്ടുണ്ടോ എന്നാണ്, നടന്നോ എന്നല്ല പറഞ്ഞില്ല. ഭൂമി സംബന്ധ ഇടപാടിൽ കുറച്ച് വാശി ഉണ്ടായിട്ടുണ്ടോ വാക്ക് ധാരണപ്പെട്ടെങ്കിലേ ഉത്തരം. മനസ്സിലായി. അന്തക്കടി എന്റെ ലോകർക്ക് ഉരുവിടുന്ന ഉത്തരം ലോകർക്ക് ധാരണപ്പെടണമെങ്കിൽ കാളി കുറിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് മനസ്സിലാവും. ഇല്ലാത്ത പറമ്പിന്റെ വിശദ വിവരങ്ങളൊക്കെ ഈ കാളി കണ്ടെത്തി കളയും. ഞങ്ങൾ വെറുതെ ഒന്ന് തർക്കിച്ചു നോക്കി. ആ ഭൂമി രണ്ട് ഭാഗമായിട്ടാണോ? ഭൂമി രണ്ട് ഭാഗമായിട്ടാണ്. ഭൂമി രണ്ട് ഭാഗം, ഒറ്റ ഭാഗം. ആ പറമ്പിൽ തന്നെ വേറെ ഭൂമി ഉണ്ടോ? ഇല്ല. ഇതിലെന്താ ബന്ധിച്ചെടുത്ത ഭൂമി? എടുത്ത ഭൂമി രണ്ട് ഭാഗമായിട്ടാണോ? രണ്ട് ഭാഗമായിട്ടാണ് നിൽക്കുന്നത്.
രണ്ട് തട്ടുണ്ടോ? ഇല്ല ഇല്ലല്ലോ, ഒറ്റ അവകാശം. തിരിക്കത്തെ കടി ധാരണപ്പെട്ടു. അത് രണ്ട് ഭാഗമായിട്ടാണോ ഉപരി? ഇല്ല, എന്റെ പേരിൽ പേരിൽ നല്ല വയ്ക്കുന്നത്, രണ്ട് ഭാഗമായിട്ടാണ് വയ്ക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. രണ്ട് ഭാഗമായിട്ടായിരുന്നോ ഉപരി? നീ എടുത്ത ഭൂമി മുമ്പ് രണ്ട് ഭാഗമായിട്ടാണോ? അതറിയില്ല, നമ്മള് പൂർവികമായിട്ട് പറഞ്ഞു കൊണ്ടുവരാണ് പകുതി. അപ്പൊ അത് നമുക്കറിയില്ല, അറിയില്ല പകുതി. ഒരുവിടുന്ന് ഉത്തരം ധാരണപ്പെടുന്നില്ല രാമ. ആ ഭൂമി രണ്ട് ഭാഗമായിട്ടായിരുന്നോ ഉപരി? അറിയില്ല. നീ എടുത്ത ഭൂമി ചെലപ്പോ ആദ്യം അങ്ങനെ ആവും, നമുക്കറിയില്ല. കേൾവി എന്താ ഉപരി? കാലിക്ക് ധാരണപ്പെടുത്തേണ്ട കളി ഒരുവിടും. ആ ഭൂമി രണ്ട് ഭാഗമായിട്ടായിരുന്നോ എന്നാണ്. രണ്ട് വ്യക്തിരെ ആവില്ല തോന്നുന്നു. നമ്മൾ ഒരാളെന്നെ പഠിച്ച അവര് പിന്നെ അങ്ങനെ ആക്കിയെന്ന് നമുക്കറിയാം. അടിയാധാരത്തിലും അങ്ങനെ ഒന്നുമില്ല. രണ്ട് ഭാഗമായിട്ടല്ല അല്ലേ പതില്? അല്ല എന്നാരാമ അവരിവിടുന്നത് കൊഞ്ചു കൂടി ധാരണം. ഇത്ര വലുതായിട്ടുള്ള ഭൂമിയെ തൊട്ടപ്പുറത്തേക്കുണ്ടോ? ഉണ്ട്. അത് പിന്നെ പ്ലോട്ടായിട്ട് വിറ്റായിരിക്കും. അപ്പൊ രണ്ട് പ്ലോട്ടായിരിക്കും. ശേഷം പിന്നെ അത് മുറിച്ച് വിറ്റുകയായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് അതിനെ പറ്റി അറിയില്ല. ഉത്തരം ധാരണപ്പെടുന്നില്ല രാമ. മരങ്ങൾ മുറിച്ച കാര്യം ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പുതിയ അരുളപ്പാട് പോലെ അവർ അതും അടിച്ചുവിട്ടു. മുറിച്ചത് യക്ഷി വിളയാടിയിരുന്ന മരമാണത്രേ. ആ ഭൂമിയേറ്റുന്ന വന്നകപ്പെട്ട ഉപദ്രവത്തിനെ വ്യക്തം ബന്ധിച്ചുകൊണ്ടുള്ള നാടിക നോക്കി വന്നകപ്പെട്ട മണബുക്കത്താൽ ഒരു വനം പോലെ ഉണ്ടായിരുന്നു. ആ വനം പോലെ ആ വനത്തിൽ നിന്ന് അകപ്പെട്ട ധാരണയ്ക്ക് ബന്ധിച്ച വളട്ടങ്ങളെ വൃക്ഷം മുടിപ്പിച്ചു പോയി. നാദാ എണ്ണിയത് ആ വനത്തിൽ നിന്നകപ്പെട്ട ധാരണയ്ക്കുള്ള വൃക്ഷം മുടിപ്പിച്ച്, ഒരു വൃക്ഷം നല്ല കളിയല്ലേ, ആ വനത്തിൽ നിന്നകപ്പെട്ട ധാരണയ്ക്കുള്ള അന്തകപ്പെട്ട വൃക്ഷം മുടിപ്പിച്ച്, ആ മുടിപ്പിച്ച നാം വന്നകപ്പെട്ട ധാരണയ്ക്കുള്ള അന്തകപ്പെട്ട ഓരോ ഉപദ്രവങ്ങളും നാഴിക കൊണ്ട് വ്യക്തം വന്നകപ്പെട്ട ഓരോ മണബുക്കങ്ങൾ വന്നകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. രാത്രി ബഹളം, ഈ ചങ്ങല വലിക്കുന്ന സൗണ്ട്. അതാ ഭ്രമം. അത് ഈ മരം മുറിച്ചില്ലേ, വഴിക്ക് വന്ന ദോഷങ്ങളാണത്. ഇന്ന് അത് 5 ഭാഗമായിട്ടുണ്ടോ? ഇന്നത് 5 ഭാഗമായിട്ട് ഉണ്ടാവും. 5ന്റെ പേരുണ്ടാവും അല്ലേ? 64 7 പീസ് ഉണ്ട്. 7 അത് 5 ഭാഗമായിട്ടുള്ള 7 പീസാണെങ്കിൽ 5 അവകാശികളാണ്. അതിൽ ധാരണപ്പെട്ട ഒരു വൃക്ഷം അവതരപ്പെട്ടുകൊണ്ട് വ്യക്തം ബന്ധിച്ചൊരു തേര് പോലെ അവതരപ്പെട്ട് ബന്ധിച്ചായ ഒരു വൃക്ഷമാണ്. തേര് പോലെ യക്ഷിപ്പാലെന്നൊക്കെ പറഞ്ഞില്ലേ, ആ വൃക്ഷത്തിൽ അന്തവിക്തം വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരണപ്പെട്ട വൃക്ഷമായിട്ടാണ്. യക്ഷി അതിൽ വിളയാടിക്കൊണ്ടിരിക്കുന്ന മരമാണെന്നാ പറഞ്ഞത്. നമ്മളെ ഒഴിവാക്കാം. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെടുത്തി തരണം നിങ്ങളെ. നമുക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്നുണ്ട്, അതൊന്ന് ഒഴിവാക്കണമെന്നുണ്ട്. താമസിക്കാൻ പറ്റുമോ? നിങ്ങളെ ബുദ്ധിമുട്ട് താമസിക്കാൻ പറ്റുമോ നമ്മനോട് ചോദിക്കും. മണ്ണുകൊണ്ട് വന്നിട്ടൊന്നുമില്ലല്ലോ അവിടുന്ന്. ഇല്ല, വേണം അടുത്ത് വേണം കൊണ്ടുവരാം മണ്ണൊക്കെ. എല്ലാത്തിനും പരിഹാരമുണ്ട്. അതിന് സ്ഥലത്തെ മണ്ണുമായി വീണ്ടും വരണം. ഭൂമി നോക്കി വ്യക്തം തക്കടിയന്റെ വന്നകപ്പെട്ട ധാരണയ്ക്കുള്ള അന്തകപ്പെട്ട മുടിവ് നോക്കിന്ത വന്നകപ്പെട്ട പൂഴിയായിട്ട് വന്നകപ്പെട്ട് ആ ഭൂമിയിലേക്കുള്ള ഉപദ്രവത്തിനെ നോക്കിക്കടിയന്ത പരീക്ഷിച്ചിട്ട് അതിലുള്ള അടക്കം കൊണ്ട് അത് കിടങ്ങോ എന്ന് വിളയാടി നോക്കണം. അടക്കം കൊണ്ട് കീഴടങ്ങോ എന്നുള്ള പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അടക്കം കൊണ്ട് ആ ഉപദ്രവത്തിനെ കിടക്കോ എന്നുള്ള നാമത്തിൽ അന്തക്കടി ഇറങ്ങി പരീക്ഷിച്ചിട്ട് ഉത്തരം തന്നു. ആ ഉപദ്രവത്തിനെ ധാരണ കൊണ്ട് കടി ഇറങ്ങിയിട്ട് അത് എങ്ങനെ കിടക്കും എന്ന് പരീക്ഷിക്കാതെ കടി പൂഴിയായിട്ട് വന്നകപ്പെട്ടിട്ട് അടക്കം കൊണ്ട് കിടക്കി തന്നുവിടാൻ വിളയാടി നോക്കട്ടെ. തൽക്കാല ശാന്തിക്ക് 9 മുട്ടറുക്കാൻ നാരായണി നിർദ്ദേശിച്ചു. 9 മുടുവക്കടിയിലാണ് ആ ഭൂമിയെ 9 മുട്ട ഇറക്കുക. മണ്ണേറ്റ് വരിക. പൂഴിയായിട്ട് വന്നകപ്പെട്ടു. വെറുതെ പണം കളയേണ്ടെന്ന് കരുതി അധികം വൈകാതെ ഞങ്ങൾ സ്ഥലം കാലിയാക്കി. ദേവതമാരെ ആറാടുന്ന ഒരു സ്ഥലത്ത് അവരയക്കപ്പെട്ടു. അപ്പൊ അവര് ശമിച്ചു. ഇവിടെ നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്റർ പോയാൽ പറമ്പിൽ മലങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെത്താം.
പ്രദേശത്ത് അടുത്തടുത്തായി ഇത്തരം നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം ബാബു എന്നയാളുടെ അടുത്ത് ഞങ്ങളെത്തിയപ്പോൾ സമയം കഴിഞ്ഞിരുന്നു. പിന്നീടാണ് പരമേശ്വരന്റെ മലങ്കാളി ക്ഷേത്രത്തിലെത്തിയത്. പച്ചമല കാട്ടുക്കുള്ള സീറി വരും സിംഗം പോലെ നടപോട്ട് വാരാറ് സണ്ടിയരേ വാനങ്ങൾ ഇടിയിടിക്ക മേഘമെല്ലാം മുറസു കൊട്ട ഇടി പോലെ വാരാറ് സണ്ടിയരേ. മകനാണ് പൂജാകാര്യങ്ങളിൽ പരമേശ്വരന്റെ സഹായി. കൊട്ടരുവാ പല പളക്കെ കണ്ണ് രണ്ടോ സവസവക്കെ അങ്കാരമായി അടി വരാറേ എങ്കലൂർ സണ്ടിയരേ. കൊട്ടരുവാ പല പളക്കെ കണ്ണ് രണ്ടോ സവസവക്കെ അങ്കാരമായി അടി വരാറേ എങ്കലൂർ സണ്ടിയരേ. മലപ്പുറത്തുകാരുടെ മതസൗഹാർദ്ദം കാണണമെങ്കിൽ ഇവിടെ എത്തണം. പരമേശ്വരന്റെ അടുത്ത് തേങ്ങ പൊട്ടിക്കുന്നത് തുടക്കത്തിലാണ്. പ്രായമായതിനാലാകാം നാരായണിയുടെ അത്ര ഷോയൊന്നും പരമേശ്വരനില്ല. ശ്രീകോവിലിനുള്ളിൽ ഇരുന്നാണ് പ്രവചനം. കൊട്ടരുവാ പല പളക്കെ കണ്ണ് രണ്ടോ സവസവക്കെ അങ്കാരമായി അടി വരാറേ എങ്കലൂർ സണ്ടിയരേ. കൊട്ടരുവാ പല പളക്കെ കണ്ണ് രണ്ടോ സവസവക്കെ അങ്കാരമായി അടി വരാറേ എങ്കലൂർ സണ്ടിയരേ. കുളത്തിൽ കുളിക്കാനിറങ്ങിയ ശേഷം പ്രശ്നങ്ങളാണെന്ന കളവാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. എന്നുള്ള നിലയിൽ നടന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആയത്. ചെങ്ങലക്കിട്ട് ദേവതാമൂർത്തിയുണ്ട് അവിടെ ദിവസം പൂജയുള്ള സ്ഥലമാണ്. അത് പൂജ ഉണ്ടായിരുന്നു, ഇപ്പൊ മുടങ്ങി കിടക്കുക. ദേവതകൾ കുളിക്കാനെത്തുന്ന സമയമാണ് അതെന്നായിരുന്നു പരമേശ്വരന്റെ മലങ്കാളി കണ്ടെത്തിയത്. അതെ, ഈ നെയ്യ് നേരില്ലാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ അത് അവരുടെ ദേവതമാരെ ആറാടുന്ന ഒരു സ്ഥലത്തുന്നത് അവർക്ക് തീണ്ടപ്പെട്ടു, അവരയച്ചപ്പെട്ടു, അപ്പൊ അവര് ചതിച്ചു. അതിന്റെ മുകളിലാണ് തനിക്ക് ഈ സംശയങ്ങള്, പിന്നെ ഓരോന്ന് ഇങ്ങനെ പെണ്ണെ വെച്ചാൽ അവര് നിന്റെ എന്തോ ഒരു നാണ് ആ വ്യക്തികള് തന്റെ ദേഹത്തിലേക്ക് പ്രകാശിക്കാം, അല്ലെങ്കിൽ നീ വാളായിട്ട് വെട്ടാൻ നടക്കും. അതിന് വിശദമായ പരിഹാരങ്ങളും പരമേശ്വരൻ നിർദ്ദേശിച്ചു. പൂങ്കള പോണേ, പൂങ്കള, ആനക്കയം, ഇപ്പൊ വെള്ളയില് ചന്ദനമുട്ടി വെച്ചിട്ട് ശ്രീപുരുഷ പ്രതിമ വെച്ചിട്ട് പൈസനിട്ട് ആവാച്ചെടുത്തിട്ട് അവിടെ പ്രത്യേക പൂജ കഴിച്ചതിന് ശേഷം അവിടുന്ന് അവര് അതിനുള്ള മരുന്നുകളൊക്കെ തരും. നമ്മളെ അടുത്തുള്ള ജോലിസ് പറഞ്ഞു ഞാൻ വഴിക്ക് പോകരുത്, അവർ രക്തരക്ഷസിന്റെ ശല്യാന്ന് പറഞ്ഞു. അത് പൂങ്കള പോയാൽ അവര് പിടിച്ചിട്ടോളും. അങ്ങനെ പൂങ്കള പോയാൽ അവര് പിടിച്ചിട്ടോളും, അതിനെ കൊണ്ട് ഈ വിഷമിക്കണ്ട. കൂടുതലും ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടാണ് ഇദ്ദേഹം പറയുക. അവിടേക്ക് നീ ഒരു നിലവിളക്ക് വിചാരിച്ചേക്കും, ഒരു നിലവിളക്ക് നിന്റെ പിള്ളേരെ കാണത്തക്ക വീട്ടിലൊരു നിലവിളക്ക് കൊടുത്തിട്ട് പിന്നെ നെയ്യൊഴിച്ച് വിളക്ക് വെച്ചിട്ട് പട്ട് ചാർത്തിക്കൊള്ളാന്ന് അവിടേക്ക് ഒരു 5 ഉറുപ്പിക ഒഴിഞ്ഞിട്ടേക്കും ആദ്യം കേട്ടോ. അത് അങ്ങനെ വീട്ടിന്റെ അടുത്താത്, വീടിന്റെ അടുത്ത് അത് അവിടേക്ക് നല്ലോണം ദിവസവും പോയിട്ടൊന്നാ നേരം നിന്ന് പ്രാർത്ഥിച്ചുള്ളതിന്റെ ശല്യം എനിക്ക് വരാൻ അറിയാതെ ഈ ഗുരുവായൂരേക്ക് ഒരു ചാക്കരി കൊടുക്കാൻ വിചാരിച്ചേക്കാനുള്ളതാണ് കേട്ടോ. എന്റെ എല്ലാ ദുരിതങ്ങളും ഭഗവാൻ അവിടെ ഏറ്റെടുക്കട്ടെ, ഒരു ചാക്കരി ഞാൻ അവിടെ അന്നദാനത്തിലേക്ക് കൊടുത്തോളാം. അല്ലെന്താ പിന്നെ ഇത് ചെയ്തിട്ട് 7ാം പൂജ കഴിഞ്ഞിട്ട് വന്നോളൂ. 7ാം പൂജ അല്ലേ? ഈ രാത്രി ഉറക്കത്തിൽ എനിക്ക് കിടക്കലൊക്കെ ഉണ്ടെന്ന് ഒപ്പമുള്ളവർ പറയുന്നുണ്ട്. അപ്പൊ അതുണ്ടാവില്ല. ആദ്യം നീ പൂങ്കളപ്പോ വന്നതിന് ശേഷം നിനക്ക് നീ ഉപദ്രവം വരാതിരുന്നാൽ ഇവിടെ ദേവീന്റെ വടക്കിന് വായിക്കല് ആടും കോഴി പട്ടും വെക്കുക. എന്നിട്ടൊരു പൂജ 21 ഉറുപ്പിക ഒരു വെറ്റിലയില് വെച്ചിട്ട് അതില് പിന്നെ ചെത്തിപ്പൂവ്, തുളസിയില, അരി, നെല്ല് വെച്ചിട്ട് കടാച്ച് ഒഴിഞ്ഞിട്ട് പിന്നെ ഒരു ചുവന്ന തുണിയുടെ ഇതിൽ കെട്ടിയിട്ട് ഐസം ആവാത്ത സ്ഥലത്ത് അവിടെ വെച്ചേക്ക്.
മകൻ വിശദീകരിച്ചു തന്നപ്പോഴാണ് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പരമേശ്വരൻ നിർദ്ദേശിച്ച വഴിപാട് പിടികിട്ടിയത്. അതത്ര കുറഞ്ഞ കാര്യമല്ല. പക്ഷേ ആടിന്റെ മുകളിൽ കോഴിയെ നിർത്താനൊക്കെ ഇത്തിരി പാടുപെടേണ്ടി വരും. നിത്യേന നിരവധി ആളുകളാണ് ഈ വിശ്വാസ കേന്ദ്രങ്ങളിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നത്. എങ്ങനെ പോയാലും കുറച്ചുപേരുടെ കാര്യങ്ങളെങ്കിലും ഫലിക്കുമെന്നതാകും ഇത്തരക്കാരെ നിലനിർത്തുന്നത്. എന്തായാലും കുടിൽ വ്യവസായം പോലുള്ള ഭക്തി വ്യവസായമാണ് ഈ നാടിൻ്റെ മുഖമുദ്ര. കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച.